ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ സമോസയാണ്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സമോസ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്. ഇതൊരു 1.25 കപ്പ് ഉണ്ട്. ഇത് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. ഇച്ചിരി ഉപ്പ്. ഇനി ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ക്യാബേജ് അരിഞ്ഞത് ഒരു 1/2 കപ്പ്. അത് ഇതുപോലെ കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ്, അത് തൊലിയോട് കൂടി വേവിച്ചത്. ഇത് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതാണ്. ഇനി ഈ തൊലി നമുക്കൊന്ന് കളയണം. തൊലി കളഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മീഡിയം വലിപ്പത്തിലുള്ള സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞത്. ഇത് അരിഞ്ഞതിന് ശേഷം 1/4 കപ്പ്. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. കുറച്ച് മല്ലിയില കുഞ്ഞിതായിട്ട് അരിഞ്ഞത്. കുക്കറിൽ വേവിക്കാൻ വെച്ചാൽ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. അതാ ഈ കുക്കറിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചോളൂ. അപ്പോൾ ഇതുപോലെ ആണ് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെയാണ് വേവിക്കേണ്ടത്. അപ്പോൾ ഇനി ഫില്ലിങ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. സവാള ചെറുതായി അരിഞ്ഞത്. ഈ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ക്യാബേജ് വേകാൻ അധികം സമയം വേണ്ടല്ലോ. നമുക്ക് ഇതിൽ തന്നെ കിടന്നൊന്ന് വാടിയാൽ മതി. ഇതൊന്ന് മൂക്കട്ടെ. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ. ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ക്യാബേജൊക്കെ ഒന്ന് വാടിയ ശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഒന്ന് യോജിപ്പിക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഒന്നും കൂടെ ഉടയാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊന്ന് ഉടയ്ക്കണേന്. തവിയുടെ ബാക്ക് വശം വെച്ച് ഉടച്ചാലും മതി. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോലെ വെജിറ്റബിൾസും എല്ലാം ഒന്ന് ഉടയുന്നത് നല്ലതായിരിക്കും. ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ഇറക്കണേന്. മല്ലിയിലയും ചേർക്കാം. വീണ്ടും ഇതൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള സമോസ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഷീറ്റിൻ്റെ സൈഡൊക്കെ ഒട്ടിക്കാനായിട്ട് ഞാൻ മൈദ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടാണ് കലക്കേണ്ടത്. അതിന് നമുക്ക് സമൂസ ഫില്ല് ചെയ്യാം. ഫില്ലിങ് നന്നായിട്ട് തണുത്തു. അതിന് ശേഷം സമൂസ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുമല്ലോ, അതാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ ഒരു ചെരിച്ചിട്ട് ഒരു സൈഡ് കേട്ടോ അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ മൂലയ്ക്കോട്ട് എന്നുവെച്ചാൽ ഈ ലൈനിൽ കൊണ്ടുവരാം. എന്നിട്ട് ഈ സൈഡിൽ മൈദ തേച്ച് കൊടുക്കാം. കൈ കൊണ്ട് തേക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഈ സൈഡിലേക്കാണ് മടക്കുന്നത്. അപ്പോൾ അവിടെയും കുറച്ച് പശ തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ മൈദ നല്ല കട്ടിക്ക് വേണം, ഒരു പേസ്റ്റ് കണക്കാട്ടോ ഇത് ആക്കേണ്ടത്. അതിനുശേഷം ഇതിനെ ഈ സൈഡിലേക്ക് മടക്കാം. അപ്പോൾ ഈ ഒരു ലൈൻ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവിടെ ഹോള് വരാൻ പാടില്ല. ഇതിങ്ങനെ ആയല്ലോ. അതൊരു കോൺ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ. ഇനി ഇതിലേക്കാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഒരുപാട് മസാല ഫില്ല് ചെയ്യരുത്. ഇങ്ങനെ പരത്തി ഇങ്ങനെ വെച്ചാൽ. ഇനി ഇത് വെച്ചതിന് ശേഷം
ഇത് ഇങ്ങോട്ടേക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിലും ഞാൻ കുറച്ച് ഗ്ലൂ തേക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങോട്ട് അടയ്ക്കണം. ഈ കോർണറിൽ ഇച്ചിരി പശ തേച്ച് കൊടുക്കാം. അല്ലേ, കോർണറിലാണ് ഇത്. ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറാൻ പാടില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഈ ഇത്രയും ഭാഗത്ത് പശ തേക്കാം. സൈഡിൽ ഇങ്ങനെ വെച്ചു. അതിനുശേഷം ഇതിങ്ങനെ ഇങ്ങോട്ട് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇത് ഇങ്ങോട്ട് ക്ലോസ് ചെയ്യാം. ഇതുപോലെയാണ്. ഒന്നുകൂടെ കാണിക്കാം. ആദ്യമേ ഇതെടുക്കുമ്പോൾ ഈ കോർണർ ഇതിൽ ഈ ലൈനിൻ്റെ ലെവലിലാണ് കൊണ്ടുവരേണ്ടത്. ഇതാ ഇങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ ഒരു കോൺ ഷേപ്പിലാണ് വരുന്നത്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ പശ തേച്ച് കൊടുക്കാം. ഈ മൂലവശം ഒന്ന് ഒട്ടിച്ചോളൂ കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പശ തേക്കുമ്പോൾ അതിനുശേഷം ഇതിനെ ഇങ്ങോട്ടേക്ക് മടക്കുമ്പോൾ, ഇതിപ്പോൾ മടക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, പക്ഷെ നമ്മൾ അതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവിടെയും കുറച്ച് പശയെന്ന് തേച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തേച്ചാൽ മതി. എന്നിട്ട് ഇത് ഈ സൈഡിലേക്ക് ഒട്ടിക്കാം. ഓക്കെ. അതിനുശേഷം ഇതിനെ കയ്യിലെടുക്കാം. കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ വശം അനുസരിച്ചിട്ട് നമ്മളങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. 1-2 തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിക്കോളും. എല്ലാ സൈഡിലും പശ തേച്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ എല്ലാ വശത്തും ഈ പശ തേച്ചിട്ട് ഒന്ന് നമുക്ക് സൗകര്യം പോലെ അതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ഈ കോർണറിലൊക്കെ ഒന്ന് നന്നായിട്ട് പശ തേച്ചോളൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അതിൽ കൂടെ എണ്ണ കയറും. വെച്ചിട്ട് അങ്ങനെ ഇതെല്ലാം നമുക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ സമൂസയുടെ ഷേപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുൾ ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ക്ലിംഗ് റാപ്പിലാക്കിയിട്ടോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വേണം വെക്കാനായിട്ട്. നമുക്ക് ആവശ്യാനുസരണം നമുക്കിത് എടുത്ത് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പം ഫ്രീസറിൽ വെക്കുന്നത് കൊണ്ട് ഇതിൽ ഐസ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കണതിന് ഒരു മണിക്കൂറൊക്കെ മുന്നേ ഇത് വെളിയിൽ വെച്ചിട്ട് ഐസെല്ലാം പോയതിന് ശേഷം വേണം എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ. സമൂസ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാട്ടോ. അപ്പോൾ നല്ല തിളച്ച് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിടാം. ഒരുപാടും എണ്ണയിലിട്ട് മുരിയിക്കേണ്ട. എന്നുവെച്ചാൽ ഇത് ഓൾറെഡി വെന്ത സാധനമാണ്. ഇതിൻ്റെ പുറമേയുള്ള ഷീറ്റ് മാത്രം ഒന്ന് ഫ്രൈ ആയാൽ മതി. അതുപോലെ ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഷീറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫില്ലിങ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.